ബഡ്ജറ്റ് ട്രാവലൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് ഇങ്ങനെ വഴിയരികിലേക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും. ആകെ 2 നേരത്തെ ഭക്ഷണമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അതൊക്കെയും ഇങ്ങനെ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ടൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുക. അങ്ങനെ രാജസ്ഥാൻ എത്തി. നാളെ ജയ്സൽമേർ എത്തണം. അപ്പോൾ പോണ വഴിക്ക് ഇടയ്ക്ക് ടെൻറ്റ് അടിച്ച് കിടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ പെട്രോൾ പമ്പിൽ ടെൻറ്റ് അടിക്കാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ അവിടെ ടെൻറ്റ് അടിക്കാൻ തീരുമാനിച്ചു. പെട്രോൾ പമ്പിൽ ചേട്ടന്മാർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. പിന്നെ അവിടെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്. അവനായിരുന്നു എനിക്ക് രാത്രി കാവല്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് പോകാറായി കഴിഞ്ഞപ്പോൾ ടെൻറ്റിലേക്ക് എനിക്ക് പെട്രോൾ പമ്പിൽ ചേട്ടന്മാർ ചായ കൊണ്ടുവന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നേരെ ജയ്സൽമേർ എത്താറായി. പോണ വഴിക്കൊക്കെ ഇങ്ങനെ ഒട്ടകത്തിനൊക്കെ വഴി വെച്ച് കണ്ടു. പിന്നെ എൻ്റെ മാപ്പൊക്കെ ഇട്ട ഫോൺ തെറിച്ച് കയ്യിൽ നിന്ന് പോയി. അവസാനം ആ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയി. അങ്ങനെ വൈകുന്നേരം 3 മണി 4 മണി ആയി കഴിഞ്ഞപ്പോൾ ജയ്സൽമേർ എത്തി. അങ്ങനെ മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ ഒരു ഹോട്ടൽ റൂം കിട്ടിയതുകൊണ്ട് അവിടെ സ്റ്റേ എടുത്തു. പിന്നെ ജയ്സൽമേറിലെ മെയിൻ അട്രാക്ഷൻ ആയ ജയ്സൽമേർ ഫോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ജയ്സൽമേർ ഫോർട്ടെത്തി. ആ ഫോർട്ടിനുള്ളിൽ തന്നെയാണ് കുറേ കുടുംബങ്ങൾ താമസിക്കുന്നത് തന്നെ. അതൊരു ലിവിങ് ഫോർട്ടാണ്. രാജാക്കന്മാർ തന്നെ അവിടുത്തെ പണ്ടത്തെ ഭടന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ആയിട്ട് ഫോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ വിരിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെയും അങ്ങനെ അവരുടെ പിൻതലമുറക്കാരൊക്കെയാണ് ആ ഫോർട്ടിലെ ഓരോ ഭാഗത്തും ജീവിക്കുന്നത്. അവിടേക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിരുന്നു. അവിടേക്കുള്ള റെസ്റ്റോറൻറ്റിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ രാജസ്ഥാൻ്റെ വ്യൂ ഒന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സൺസെറ്റ് കാണാനായിട്ട് രാജസ്ഥാൻ സൈഡിലുള്ള വിൻഡ് മില്ലിൽ അവിടേക്കും പോയി കഴിഞ്ഞിട്ട് സൺസെറ്റൊക്കെയും കണ്ടു. അതിനുശേഷം തിരിച്ചു പോവാണ്. അടുത്ത ദിവസം രാവിലെയാണ് തിരിച്ചു പോകാൻ വെച്ചേക്കണേ. പക്ഷേ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയതുകൊണ്ട് അവിടെ തന്നെ രാത്രിയൊക്കെ കുറേ കടകളിൽ തപ്പിക്കഴിഞ്ഞിട്ട് ഫോൺ ഡിസ്പ്ലേ മാറ്റാൻ വെച്ചു. അങ്ങനെ 2000 രൂപയ്ക്ക് ഫോൺ ഡിസ്പ്ലേ മാറ്റിയിട്ടാണ് നെക്സ്റ്റ് ഡേ പോകാൻ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹോട്ടലിൽ ഓണർ പറഞ്ഞു അവർക്കൊരു ഡെസേർട്ട് ക്യാമ്പും കൂടി ഉണ്ട്. ഇപ്പോൾ ടെൻറ്റൊക്കെ അല്ലേ കയ്യിലുള്ളത്. അപ്പോൾ ആ ഡെസേർട്ട് ക്യാമ്പിൽ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡെഫിനറ്റ്ലി ആ ഡെസേർട്ട് ക്യാമ്പിലേക്ക് സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞു. ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ താർ പരിഭൂമിയുടെ ഒരു മൂലയ്ക്കുള്ള ഷാമ ഡെസേർട്ട് ക്യാമ്പിലേക്കുള്ള യാത്രയായിരുന്നു. അവിടെ ടെൻറ്റ് അടിക്കാനുള്ള സമ്മതം കിട്ടിയതുകൊണ്ട് അന്ന് രാത്രി അങ്ങനെ ഷാമ ഡെസേർട്ട് ക്യാമ്പിൽ ടെൻറ്റ് അടിക്കാമെന്ന് വെച്ച്. ഡെസേർട്ട് ക്യാമ്പിന് അവിടെയും കുറേ നല്ല ടൂറിസ്റ്റിലേക്കും പരിചയപ്പെട്ടു. മുംബൈ സൈഡിലൊക്കെയുള്ള ടൂറിസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ജീപ്പ് ട്രക്കിങ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് താർ മരുഭൂമിയിലേക്കും പോയി. അങ്ങനെ താർ മരുഭൂമിക്കും കണ്ട് ശരിക്കും രാജസ്ഥാനിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു നഷ്ട എക്സ്പീരിയൻസ് ആയാനെ. അങ്ങനെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് ഡെസേർട്ട് ക്യാമ്പിലേക്ക് എത്തി. അങ്ങനെ ഡെസേർട്ട് ക്യാമ്പിൽ അവിടെ രാത്രിയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ടതിന് ശേഷം അവർ പ്രൊവൈഡ് ചെയ്ത കുറച്ച് അടിപൊളി നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അന്ന് രാത്രി രാജസ്ഥാനിൽ അങ്ങനെ താർ മരുഭൂമിയുടെ അടുത്ത് ടെൻ്റ് അടിച്ച് കിടന്നുറപ്പായി.